ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എന്തായിരുന്നെന്ന് ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല, ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മ മരിച്ചുപോയി. വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ അമ്മ കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിലൊക്കെ കൊണ്ടുവരണം, അമ്മയും കൊണ്ട് സംസാരിപ്പിക്കണം എന്നൊക്കെ വളരെ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാനിവിടെ പുറത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ 28-ാം തീയതിയാണ് അമ്മ മരിച്ചത് കേട്ടോ. വയസ്സായിരുന്നു. പിന്നെ വയസ്സായിരുന്നോണ്ട് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ആയ സമയത്തായിരുന്നു അമ്മയ്ക്ക് ഒരു വയ്യാഴികയൊക്കെ പോലെ വന്ന്, കാലിൽ ചെറിയൊരു മുറിവൊക്കെ പോലെ വന്ന്, മുറിവല്ല ഒരു എന്താ പറയാ, ഒരു യൂറിക് ആസിഡിന്റെ ഒക്കെ ഒരു പ്രശ്നമൊക്കെ വന്ന്, അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഒരു വയ്യാഴികയൊക്കെ വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്കായിരുന്നു പിന്നെ അമ്മ മരിച്ചത്. അപ്പം ഇപ്പം പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാലോ, എപ്പോഴും നമുക്ക് നാട്ടിലോട്ട് എല്ലാ സാഹചര്യത്തിലും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാനും പ്രവാസി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. ഇപ്പം നാട്ടിലെ ഓരോ കാര്യത്തിനും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ ഒരു സങ്കടമായിരുന്നു. പിന്നെ എന്താ പറയാ, കൊച്ചുമോൾ എന്ന രീതിയിൽ ഞാനായിരുന്നു മൂത്ത കൊച്ചുമോളോട്ടോ, പെൺകുട്ടികളില്. അപ്പം അങ്ങനെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയാ, ഞവിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു എല്ലാരും, എന്നാ മീനിന്റെ പേര് പറയുമ്പോൾ നത്തോലി. അമ്മ എന്നെ നത്തോലി എന്നാ വിളിച്ചോണ്ടിരുന്നത്. എനിക്ക് മീൻ ഒരുപാട് ഇഷ്ടമായിരുന്നതുകൊണ്ട് അമ്മ അങ്ങനെ എന്നെ നത്തോലി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയാ, വിഷമവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെന്താണ്, എനിക്ക് അങ്ങനെ അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ കൊണ്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നത്. ഇനിയിപ്പം എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അമ്മയെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ അധികം താമസിക്കാതെ ഒരു ദിവസം ഇടാം കേട്ടോ. നമ്മുടെ വല്യമ്മമാരെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ലല്ലോ. പിന്നെ എന്താ പറയാ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ, സീ യു.